MCO 01-ന്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂണിറ്റ് നമ്പർ 11 ജോബ് ഡിസൈൻ ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഒന്ന് ജോബ് ഡിസൈന്, ഫാക്ടേഴ്സ് ഓഫ് ജോബ് ഡിസൈന്, മോഡൽസ് ഓഫ് ജോബ് ടീസൈന്, ജോബ് റീഡിസൈൻസ്, കൺസെപ്റ്റ് ഓഫ് ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഡിറ്റർമിനൻസ് ഓഫ് ജോബ് സാറ്റിസ്ഫാക്ഷൻ, മെഷർമെന്റ് ഓഫ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഇത്രയും ടോപ്പിക്കുകളാണ്. ഫസ്റ്റ് നമുക്ക് നോക്കാം ജോബ് design. Modern organizations are highly complex and competitive. In order to attain the objectives, organization structures are created and maintained. Modern organizations, business organizationsന്റെ പ്രവർത്തന രീതികൾ വളരെ ബുദ്ധിമുട്ടുള്ളതും വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങളിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കി അതിൻ്റെ രീതിയിലാണ് ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുന്നത്. ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ജോബ്സും ടാസ്കും ഉണ്ടാകും. ദ ഡിസൈൻ ഓഫ് ജോബ്സ് ആൻഡ് ടാസ്ക് ഈസ് എസെൻഷ്യൽ ടു ഡയറക്ട് ദ ഹ്യൂമൻ എനർജി ഇൻ എ പ്രോപ്പർ മാനർ. അപ്പോൾ ജോബ്സിനെ ശരിയായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, ടാസ്കുകളും ജോബുകളും ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഹ്യൂമൻ എനർജീനെ ആ ഓർഗനൈസേഷൻ്റെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. Job design is structuring of the jobs suitable to the realization of the organizational objectives. ജോബ് ഡിസൈൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ജോബിനെ സ്ട്രക്ചർ ചെയ്യുന്നതിന് പറയുന്നതാണ് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻസ്ട്രക്ഷൻസ്, ഡീറ്റെയിലിംഗ് ഓഫ് ടാസ്ക് ആൻഡ് ക്ലാരിഫൈയിങ് ദ റോൾസ്. ജോബ് ഡിസൈനിങ്ങിലൂടെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്, ഓരോ ടാസ്കും ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്, എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് ഓരോ റോളിലും എന്തൊക്കെ കാര്യങ്ങൾ, ഓരോ റോള് കൈകാര്യം ചെയ്യുന്ന ആളുകളും എന്തൊക്കെ കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടെ ജോബ് ഡിസൈനിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. എ പ്രോപ്പർലി ഡിസൈൻഡ് ജോബ് മോട്ടിവേറ്റ് ദ എംപ്ലോയീസ്. അപ്പോൾ ജോബ് ഡിസൈൻ ശരിയായ രീതിയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. എടുത്തു പറയേണ്ട കാര്യമാണ്, ജോബ് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. ഒരുപാട് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ജോബ് ഡിസൈനിന്റെ പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ജോബ് ഡിസൈനിങ്ങിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ടൈലർ, job design is complete written instruction describing in detail the task to be accomplished. The task specifies what is to be done, how is it done, and exact time allowed for doing it. Job design is making components and subcomponents of the job clear so that the employee understand the goals of the job. ടൈലർ പറഞ്ഞിരിക്കുന്നത് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ടാസ്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അക്കംപ്ലിഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇൻസ്ട്രക്ഷൻസ്, അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്, റിട്ടൺ ഇൻസ്ട്രക്ഷൻസ് ആണ് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. ഒരു ജോബ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എത്ര സമയമാണ് അതിനുള്ളത് എന്നുള്ള കാര്യമാണ് ജോബ് ഡിസൈനിലൂടെ പറയുന്നത്. ജോബ് ഡിസൈനിങ്ങിലൂടെ ഒരു ജോബിന്റെ കമ്പോണൻസും സബ് കോമ്പോണൻസും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ എംപ്ലോയിക്ക് സാധിക്കുന്നതാണ്. ആ ജോബിന്റെ ഗോൾ എന്താണ് എന്നുള്ള കാര്യം കൂടെ എംപ്ലോയിക്ക് ജോബ് ഡിസൈനിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജോബ് ഡിസൈൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരുപാട് വർഷങ്ങൾ കൊണ്ട് അത് ഫോം ചെയ്തു വന്നതാണ്. ട്രഡീഷണലി ജോബ് ഡിസൈനിങ് എന്ന് പറയുന്നത് ജോബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ്, ജോബ് ഡിസ്ക്രിപ്ഷൻസ്, പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻസി കൂടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പല പെർസ്പെക്റ്റീവിൽ, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റിൽ പല പെർസ്പെക്റ്റീവിൽ നമ്മൾ ജോബ് ഡിസൈനെ വ്യൂ ചെയ്യുന്നുണ്ട്. The jobs are designed to involve innovation, empowerment, autonomy and teamwork. ജോബ് ഡിസൈൻ ചെയ്യേണ്ടത് ഇന്നോവേഷൻ ഉണ്ടാകുന്നതിന് വേണ്ടി എംപവർമെന്റ്, ഓട്ടോണമി ആൻഡ് ടീം വർക്കിന് വരുന്ന രീതിയിലായിരിക്കണം ജോബ് ഡിസൈൻ ചെയ്യേണ്ടത്. ജോബ് ഡിസൈനിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ജോബ് ഡിസൈൻ ഈസ് സ്ട്രക്ചറിങ് ഓഫ് ജോബ് ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ജോബ് ഡിസൈനിങ്ങിലൂടെ ജോബിലെ ടാസ്ക്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഉത്തരവാദിത്തങ്ങൾ എന്നുള്ള കാര്യം സ്ട്രക്ചർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജോബ് ഡിസൈൻ ആൻഡ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് ആർ റിലേറ്റഡ്. ജോബ് ഡിസൈനും വർക്ക് ലൈഫിന്റെ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫും റിലേറ്റഡ് ആണ്, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. മൂന്നാമത്, ജോബ് ഡിസൈൻ ഈസ് ബോത്ത് ടെക്നിക്കൽ ആൻഡ് മാനേജീരിയൽ. അപ്പൊ ടെക്നിക്കൽ ആയിട്ടും മാനേജീരിയൽ ആയിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ് ജോബ് ഡിസൈനിൽ വരുന്നത്. അടുത്തത്, ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ജോബ് മോട്ടിവേഷൻ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ്. ജോബുമായി ബന്ധപ്പെട്ട്, മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട്, ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ജോബ് ഡിസൈനിൽ വരുന്നത്.
ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് ദ ജോബ് ഫങ്ഷൻസ്. ഒരു ജോബ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിൻ്റെ കാര്യങ്ങൾ സ്റ്റാൻഡേർഡൈസ് ചെയ്യുകയാണ് ജോബ് ഡിസൈനിങ്ങിലൂടെ ചെയ്യുന്നത്. ദ ഗോൾ ഓഫ് ജോബ് ഡിസൈൻ ഈസ് ടു മാക്സിമൈസ് ഹ്യൂമൻ എഫിഷ്യൻസി ഇൻ ജോബ്സ്. ജോലിയിൽ ഹ്യൂമൻ്റെ എഫിഷ്യൻസി മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ജോബ് ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജോബ് ഡിസൈനിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, അത് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത് സ്ട്രക്ചറിങ് ഓഫ് ജോബ് ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ്. ജോബ് ഡിസൈനും ക്വാളിറ്റി ഓഫ് വർക്കും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ജോബ് ഡിസൈനിങ്ങിൽ ടെക്നിക്കൽ ആൻഡ് മാനേജറിയൽ വർക്ക് വരുന്നുണ്ട്. ജോബ് ഡിസൈനിങ്ങിൽ ജോബ്, മോട്ടിവേഷൻ, ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് വരുന്നത്. ജോബ് ഫങ്ഷൻസ് സ്റ്റാൻഡർഡൈസ് ചെയ്യുകയാണ് ജോബ് ഡിസൈനിങ് ചെയ്യുന്നത്. ഹ്യൂമൻ എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതാണ് ജോബ് ഡിസൈനിന്റെ പ്രധാനപ്പെട്ട ഗോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ജോബ് ഡിസൈനിങ്. ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സ്ട്രാറ്റജിയാണ് പ്രധാനമായിട്ടും ജോബ് ഡിസൈനിങ്ങിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ജോബ് ഡിസൈനിങ് കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ്, ജോബ് ഡിസൈനിങ് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് ഏതൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. ജോബ് ഡിസൈൻസ് ക്ലാരിഫൈസ് ദ ടാസ്ക് ആൻഡ് റോൾസ്. ഒരു ഓർഗനൈസേഷനിലെ ഓരോ വ്യക്തിയും എന്താണ് ചെയ്യേണ്ടത്, അവരുടെ റോൾ എന്താണ്, ഏത് കാര്യമാണ് അവർ പെർഫോം ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ജോബ് ഡിസൈനിങ്ങിലൂടെ ക്ലാരിഫൈ ചെയ്ത് കൃത്യതയോടുകൂടി സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ജോബ് ഡിസൈനിങ്ങിലൂടെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ആണ് ജോബ് ഡിസൈൻ റിമൂവ്സ് ഓവർലാപ്പിംഗ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്. കറക്റ്റായിട്ട് ജോബ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് വഴി, ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നത് വഴി ഓവർലാപ്പിംഗ്, അതായത് റെസ്പോൺസിബിലിറ്റീസിലുള്ള ഓവർലാപ്പിംഗ്, വർക്കിലുള്ള ഓവർലാപ്പിംഗ് ഒക്കെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്, ജോബ് ഡിസൈൻ അലൗസ് പ്രോപ്പർ പ്ലേസ്മെന്റ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോബ് കൊടുക്കാൻ ജോബ് ഡിസൈനിങ്ങിലൂടെ സാധിക്കുന്നതാണ്. നാലാമത്, ഇറ്റ് അലൗസ് ഓപ്പറേഷണൽ കൺട്രോൾ ഓവർ വർക്ക് പെർഫോമൻസ് ആൻഡ് റിസൾട്ട്സ്. അപ്പോൾ വർക്കിലെ പെർഫോമൻസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് റിസൾട്ട് കൂട്ടാൻ ഉള്ള ശ്രമങ്ങളാണ് ജോബ് ഡിസൈനിങ്ങിലൂടെ നടക്കുന്നത്. അടുത്തത്, ജോബ് ഡിസൈൻ അലൗസ് ഇൻകോപ്പറേഷൻ ഓഫ് എൻവയോൺമെന്റൽ ചേഞ്ചസ് ഇൻ ദ ജോബ്സ്. ഒരു ജോലിയിലുണ്ടാവുന്ന ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളിൽ കൂടെ അനുസരിച്ച് നോക്കിക്കൊണ്ട് ജോബ് ഡിസൈൻ ചെയ്യുകയാണ്, ജോബ് ഫ്രെയിം ചെയ്യുകയാണ് ജോബ് ഡിസൈനിൽ ഉണ്ടാവുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഫ്ലെക്സിബിലിറ്റി, അതായത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ അവരെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരെ കൊണ്ട് ജോബ് ചെയ്യിക്കുകയാണ് ജോബ് ഡിസൈനിങ് സംഭവിക്കുന്നത്. Thus, employees are prepared to accept changes without much resistance. എംപ്ലോയീസിനെ മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പ്രാപ്തമാക്കുക, ഒരുപാട് റെസിസ്റ്റൻസ് ഇല്ലാതെ അവരെ കൊണ്ട് ശരിയായ രീതിയിൽ ജോലി ചെയ്യിക്കുക എന്നുള്ളതാണ് ജോബ് ഡിസൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇൻകൾക്കേറ്റ്സ് വർക്ക് ആൻഡ് മോട്ടിവേഷൻസ്. അപ്പോൾ വർക്ക് മോട്ടിവേഷൻ ഉണ്ടാക്കുക, അവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കുക, ശരിയായ രീതിയിലുള്ള ഓർഗനൈസേഷൻ ഗോൾസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ജോബ് ഡിസൈനിങ്ങിൽ വരുന്നത്. ജോബ് ഡിസൈൻ ലീഡ്സ് ടു ബെറ്റർ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എമംഗ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ ഇടയിൽ നല്ലൊരു പ്രവർത്തന സാഹചര്യം ജോബ് ഡിസൈനിങ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. ജോബ് ഡിസൈൻ റിലീവ് സ്ട്രെസ് ആൻഡ് ഇംപ്രൂവ് പെർഫോമൻസ് ആൻഡ് ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ്. ജോബ് ഡിസൈനിങ്ങിലൂടെ പെർഫോമൻസ് കൂട്ടാനും ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ് കൂട്ടാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഓർഗനൈസേഷൻസിന് ജോബ് ഡിസൈൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ജോബ് ഡിസൈനിങ്ങിലൂടെ ടാസ്കും റോൾസും ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. റെസ്പോൺസിബിലിറ്റീസിന്റെ ഓവർലാപ്പിംഗ് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. എംപ്ലോയീസിനെ പ്രോപ്പർ ആയിട്ട് പ്ലേസ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പെർഫോമൻസും റിസൾട്ടും കൂട്ടാൻ സാധിക്കുന്നതാണ്. ഓരോ ജോബിന്റെയും എൻവയോൺമെന്റൽ ചേഞ്ചസ് ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ജോബ് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജോബിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുന്നതാണ്. വർക്കേഴ്സിനിടയിൽ മോട്ടിവേഷൻ ഉണ്ടാവുന്നതാണ്. ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ലാസ്റ്റ് പറയുന്നുണ്ട്, ജോബ് ഡിസൈനിങ്ങിലൂടെ എംപ്ലോയീസിന്റെ സ്ട്രെസ്സും അങ്ങനെ സ്ട്രെസ് കുറയ്ക്കാനും അങ്ങനെ അവരുടെ പെർഫോമൻസും ഓർഗനൈസേഷന്റെ എഫക്റ്റീവ്നെസ്സും കൂട്ടാനും സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ടോപ്പിക്ക്, ഫാക്ടേഴ്സ് ഓഫ് ജോബ് ഡിസൈൻ. ജോബ് ഡിസൈനിൽ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഒന്ന്, ഗോൾസ്. Job design aims at goal setting and communication to the employees. Goals provide the direction and help in exercising control. അപ്പോൾ ജോബ് ഡിസൈനിങ്ങിലൂടെ ഗോൾ സെറ്റ് ചെയ്ത് അത് എംപ്ലോയീസിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി ശരിയായ രീതിയിലുള്ള കൺട്രോൾ കൊണ്ടുവരാനും എംപ്ലോയീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. രണ്ടാമത് പറയുന്നുണ്ട്, ടാസ്ക് അക്കംപ്ലിഷ്മെൻറ്റ്. ജോബ് ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടാണ് ടാസ്ക് അക്കംപ്ലിഷ് വരുന്നത്. ജോബ് ഡിസൈൻ ചെയ്യേണ്ടത് ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്.
ടാസ്ക് അക്കംപ്ലിഷ്മെന്റിന്റെ ഔട്ട്കംസ് എന്ന് പറയുന്നത് എക്കണോമി ഇൻ ഓപ്പറേഷൻസ്, എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ആണ്. എഫിഷ്യൻസിയിലൂടെ കൂടുതലായിട്ടുള്ള ഔട്ട്പുട്ട് നേടിയെടുക്കാനും കുറച്ച് ഇൻപുട്ടിൽ മാക്സിമം എഫിഷ്യൻസിയിലൂടെ ഗോൾ അച്ചീവ് ചെയ്യാനും സാധിക്കുന്നതാണ്. മൂന്നാമത്തെ ഫാക്ടറാണ് എംപ്ലോയി റെസ്പോൺസ്. ഒരു ജോബ് ഡിസൈനിങ്ങിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടുക എന്നുള്ളതാണ്. നാലാമത് പറയുന്നത് ടാസ്ക് വെറൈറ്റി. ബേസിക്കലി ടാസ്ക് ആർ ഡിഫറെന്റ് ത്രൂ ദേ ആർ ഡിപ്പെൻഡന്റ്, ദേ റിക്വയർ വെറൈറ്റി ഓഫ് സ്കിൽസ്. ഓരോ ടാസ്കും ഡിഫറെൻ്റ് ആണ്, പക്ഷേ അത് ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഓരോ ടാസ്കും കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള സ്കിൽസ് ആവശ്യമുണ്ട്. റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കിന് വെറൈറ്റി ഓഫ് സ്കിൽസ് ആവശ്യമില്ല. അപ്പോൾ ഓരോ ടാസ്കും ചലഞ്ചിങ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള സ്കിൽസ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. ജോബ് ഡിസൈൻ ഷുഡ് പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഡെമോൺസ്ട്രേറ്റ് സ്കിൽസ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ സ്കിൽസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ജോബ് ഡിസൈനിങ്ങിലൂടെ അവസരം ഉണ്ടാകുന്നതാണ്. അഞ്ചാമത് പറയുന്നുണ്ട് ടാസ്ക് ഐഡന്റിറ്റി. ടാസ്ക് ഐഡന്റിറ്റി റെഫേഴ്സ് ടു ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഓരോ ഓർഗനൈസേഷനിലും ഓരോ ഇൻഡിവിജ്വൽസിന്റെ കോൺട്രിബ്യൂഷൻ എത്രത്തോളം ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യുകയാണ് ടാസ്ക് ഐഡന്റിറ്റിയിലൂടെ ചെയ്യുന്നത്. ആറാമത് ടാസ്ക് സിഗ്നിഫിക്കൻസ്. എംപ്ലോയി ഫീൽസ് ദാറ്റ് ഹിസ് റോൾ ഇൻ ദ ഓർഗനൈസേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓരോ എംപ്ലോയിയുടെയും റോള് ഒരു ഓർഗനൈസേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് ടാസ്ക് സിഗ്നിഫിക്കൻസിലൂടെ നോക്കുന്നത്. ഏഴാമത് ടാസ്ക് കോംപ്ലക്സിറ്റീസ്. എംപ്ലോയീസിന്റെ പെർസെപ്ഷൻ, അവർക്ക് ലഭിച്ചിരിക്കുന്ന ടാക്സുമായി ബന്ധപ്പെട്ട് എംപ്ലോയീസിന്റെ പെർസെപ്ഷൻ ആണ് ടാക്സ് കോംപ്ലക്സിറ്റി. ഇഫ് എംപ്ലോയീസ് ഫീൽ ദാറ്റ് ദ ടാസ്ക് ഇസ് ഡിഫിക്കൽട്ട് ബിയോണ്ട് ദെയർ കേപ്പബിലിറ്റി ദേ ഗെറ്റ് ഡീമോട്ടിവേറ്റഡ്. എംപ്ലോയീസിന് തോന്നുവാണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന ടാസ്ക് ഡിഫിക്കൽട്ട് ആണ്, അവർ ഡീമോട്ടിവേറ്റഡ് ആവും. ടാസ്ക് കോംപ്ലക്സിറ്റീസ് മനസ്സിലാക്കാൻ ജോബ് ഡിസൈനിങ്ങിലൂടെ സാധിക്കുന്നതാണ്. ടാസ്ക് കോംപ്ലക്സിറ്റീസും ജോബ് ഡിസൈനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽപ്പെട്ടതാണ്. എട്ടാമത് പറയുന്നുണ്ട് ജോബ് ഫംഗ്ഷൻ. ജോബ് ഫംഗ്ഷൻസ് ആർ ഡിസൈൻഡ് ആസ് എ പാർട്ട് ഓഫ് ദ ജോബ് ഡിസൈൻ. ജോബ് ഡിസൈനിന്റെ ഭാഗമായിട്ട് ജോബ് ഫംഗ്ഷൻസും ചെയ്യുന്നുണ്ട്. ജോബ് ഫംഗ്ഷൻസിൽ വരുന്നത് സ്പെസിഫിക്കേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി, വർക്ക് മെത്തേഡ്സ്, കോർഡിനേഷൻ, കൺട്രോൾ മുതലായവയാണ്. ഒമ്പതാമത് ജോബ് റിലേഷൻസ്. ഓരോ ഓർഗനൈസേഷൻസിന് അവരുടെ ടാസ്കിന് ടീം വർക്കാണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ പല റിലേഷൻഷിപ്പ്, ഓർഗനൈസേഷനിലെ മെമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ ആവശ്യമാണ്. ജോബ് റിലേഷൻസും ജോബ് ഡിസൈനിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽപ്പെട്ടതാണ്. അടുത്ത് പറയുന്നുണ്ട് ജോബ് ടെക്നിക്സ്. ഓർഗനൈസേഷൻ ജോബ്സ് റിക്വയർ കണ്ടിന്യൂസ് റീഡിസൈനിങ്. ഒരു ഓർഗനൈസേഷൻ ജോബ്സ് സ്ഥിരമായിട്ട് റീഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കണം. റീഡിസൈനിങ്ങിലൂടെ ആ ജോബ് പല രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഡിഫറെൻറ്റ് വേയിൽ പല കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ ജോബ് ടെക്നിക്സ് സഹായിക്കുന്നുണ്ട്. ജോബ് ടെക്നിക്സും ജോബ് ഡിസൈനിങ്ങിലെ പ്രധാനപ്പെട്ട അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽപ്പെട്ടതാണ്.